ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് UKGയുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതുക എന്നുള്ളതാണ്. അവരെ ഫുള്ളായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല. എവിടം വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവിടം വരെ എഴുതാനായിട്ട് ഉണ്ടാവും. ഓക്കെ, അത് അവരെ എഴുതണം. പിന്നെ ടെക്സ്റ്റില് ഓരോരുത്തരുടെയും ടെക്സ്റ്റ് ഓരോ സ്കൂളിലും ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം. അപ്പൊ ആ ടെക്സ്റ്റിൽ അവരെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ ടെക്സ്റ്റിൽ അവരെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അവരെ പഠിപ്പിച്ചു വിടാം. അടുത്തത്, അവരെ എത്ര അക്ഷരങ്ങളാണോ പഠിപ്പിച്ചിട്ടുള്ളത് ആ അക്ഷരങ്ങൾ വെച്ച് ഒരു 1-2 വാക്കൊക്കെ അവർക്ക് പറയാനായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്തത്, താഴെ കാണുന്ന ചിത്രങ്ങളുടെ പേര് എഴുതുക. അപ്പോ ചിത്രങ്ങളുടെ പേര്, അപ്പോൾ ഇത് തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുക. അവരുടെ ടെക്സ്റ്റിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവും. ആ പിക്ചേഴ്സ് കൊടുത്തിട്ട് അത് എഴുതാനായിരിക്കും പറയുക. അപ്പോ ഏതാണ് ഇത്? കുടം, ജനൽ, ഞണ്ട്, ഇങ്ങനെ അവര് എഴുതണം. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും ചോദിക്കണത്. അപ്പൊ അത് നിങ്ങൾ നോക്കാം. അടുത്തത്, വിട്ടുപോയ പദം എഴുതുക. ഇതിൽ വിട്ടുപോയ പദം, ഘടികാരത്തിന് ഗ, ചക്കയ്ക്ക് ച, മാങ്ങയ്ക്ക് മ, അതപ്പോ അവര് ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്തത്, വിട്ടുപോയത് അതായത് ഇത് ഘടികാരം ക. ഓക്കെ, അടുത്തത് ഇത് പൂരിപ്പിക്കുക. ഇത് ഫസ്റ്റ് വൺ കായാണ് കൊടുത്തേക്കണത്. അപ്പൊ അടുത്തത് വരുമ്പോ ഗ, ഗ. ദീർഘം ഇട്ട് കൊടുത്താൽ മതി, എല്ലാത്തിനും ദീർഘം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ അവര് ചെയ്താൽ മതി. അടുത്തത്, വിട്ടുപോയത് പൂരിപ്പിക്കുക. ഡാഷ് തുറന്നാൽ വായുവും വെളിച്ചവും ലഭിക്കും. എന്ത് തുറന്നാലാണ്? ജനൽ അല്ലെ? ജനൽ തുറന്നാലല്ലേ വായുവും വെളിച്ചവും കിട്ടുന്നത്. ചായ തുറന്നാലല്ലോ. അപ്പോൾ ജനലാണ് ആൻസർ. അടുത്തത്, കണ്ണാടിയിൽ സ്വന്തം ഡാഷ് കാണാം. എന്താണ്? ഈ ചായയാണോ ഈ ചായയാണോ? മുഖച്ഛായയാണ് അല്ലേ? അപ്പോൾ ഈ ചായയാണ് കണ്ണാടിയിൽ കാണാൻ പറ്റുന്നത്. അടുത്തത്, മാങ്ങയ്ക്ക് ഡാഷ് എന്നും പറയും. മാങ്ങയ്ക്ക് എന്ത് പറയും? മാമ്പഴം എന്നും പറയും. ഓക്കെ, അവർക്ക് എക്സാമ്പിൾ ഇതുപോലെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നോക്കി അവരത് ഫില്ല് ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നൃത്തം ചെയ്യുമ്പോൾ കാലിൽ ഇടുന്നത് എന്താണ്? ചിലങ്ക. ഭീമന്റെ ആയുധം എന്താണ്? ഗദ. സമയം അറിയുന്നതിനുള്ള ഉപകരണം എന്താണ്? ഘടികാരം. ഓക്കെ, അപ്പോൾ ഇത്രയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് മലയാളത്തിലുള്ളത്. അപ്പൊ നിങ്ങളുടെ കൊച്ചിനെ ഏത് അക്ഷരം വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്, വ്യഞ്ജനാക്ഷരം എന്തായാലും UKGയിൽ തുടങ്ങി കാണും. ആ വ്യഞ്ജനാക്ഷരങ്ങൾ എവിടം വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവിടം വരെ നല്ല കൃത്യമായിട്ട് പഠിപ്പിക്കണം. പിന്നെ അത് വെച്ചിട്ടുള്ള വാക്കുകളും അവർ അറിഞ്ഞിരിക്കണം. എന്നാലാണ് ഈ പിക്ചേഴ്സ് ഒക്കെ കണ്ട അവർക്ക് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓണം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.